ഓരോ ശിവക്ഷേത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠകളുണ്ട്. നിങ്ങൾ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ഒരു കൗതുകം എന്താ വെച്ചാൽ രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള ശിവനാണ് അവിടെ. ചക്രവർത്തിയാണ് അവിടുത്തെ ശിവൻ. രാജരാജേശ്വരൻ എന്ന പേര് തന്നെ. പറയുമ്പോൾ ശിവക്ഷേത്രം അനവധിയുണ്ട് അല്ലേ? നമ്മുടെ തൃശ്ശൂർ മറ്റേ റൗണ്ടിലുണ്ടല്ലോ വടക്കുന്നാഥനും ശിവനാണ്. ഇവിടെ ശ്രീകണ്ഠേശ്വരൻ, ഞാൻ രാവിലെ പോയി തൊഴുതിരുന്നു. ശ്രീകണ്ഠേശ്വരനും ശിവനാണ്. തളിപ്പറമ്പ് രാജരാജേശ്വരനും ശിവനാണ്. എല്ലായിടത്തും ഒരേപോലെയാണോ പൂജ? ഒരേപോലെയാണോ നേദ്യം? ഒരേപോലെയാണോ നിയമങ്ങൾ? എന്തുകൊണ്ടല്ലാത്ത എല്ലാ ശിവനും എല്ലാ സ്ഥലത്തും ഒരേപോലെ പോരാ. ഓരോന്നിൻ്റെയും പ്രതിഷ്ഠയുടെ സങ്കല്പം വരെ. തളിപ്പറമ്പ് രാജരാജേശ്വരനാണ്, രാജാക്കന്മാരുടെ ഈശ്വരൻ. പണ്ട് ഞാൻ തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴാൻ പോയി. അപ്പോൾ തൊഴാൻ വേണ്ടി ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട്, ഒരു സുഹൃത്തും ഉണ്ട്. അപ്പോൾ മൂപ്പര് അങ്ങനെ എന്നെ പോലെ വലിയ ഭക്തനൊന്നുമില്ല, വലിയ വിശ്വാസിയൊന്നുമില്ല. ഒരു കൗതുകത്തിന്, ചരിത്രപരമായിട്ടുള്ള കൗതുകത്തിന് ക്ഷേത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്ന. അപ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ടിട്ടുള്ളതാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പുറം ചുമരുകൾ. അപ്പോൾ അതാണ് മൂപ്പരുടെ കൗതുകം. ഇതൊക്കെ ചുമരൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് വന്നാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറുമ്പോൾ മൂപ്പര് എൻ്റെ കൂടെ വന്നു, തൊഴാൻ വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് ഭയങ്കര ഗമയിലാണ്. രാജരാജേശ്വരനെ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം എന്നുള്ളൊരു ഭാവത്തിലാണ്. അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഇത്ര ഹന്ത വേണ്ട, ഒന്ന് താണോട്ടെ, ഒന്ന് നടുവൊക്കെ ഒന്ന് വളഞ്ഞോട്ടെ. അകത്തിരിക്കുന്ന ആൾ ചെറിയ ആളല്ല, അകത്തിരിക്കുന്ന രാജാവാണ്, രാജാവ്. അപ്പോൾ കുറച്ച് ബഹുമാനം വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കഴകക്കാരനായിട്ടുള്ള ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു എന്നോട്, ഭയങ്കര ദേഷ്യം. രാജാവോ, ആരെ പറ്റി എന്താ പറയണമെന്ന് വല്ല വിചാരമുണ്ടോ? നോക്കി കണ്ട് സംസാരിച്ചോളൂ, അകത്തിരിക്കുന്ന ആളെ തനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ഷോഭം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പറഞ്ഞാലും വല്ല അബദ്ധവും പറ്റുമോ. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം? രാജാവല്ല, ചക്രവർത്തി അങ്ങനെ പറയണമെന്ന്. അപ്പോൾ ചക്രവർത്തിയാണ്, ഗ്രേഡ് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. രാജാവ് എന്ന് വിളിച്ചതും പോരാ, ചക്രവർത്തിയാണ്, അങ്ങനെ തന്നെ പറയണം എന്നാണ്. അപ്പോൾ അതാണ് തളിപ്പറമ്പ് രാജരാജേശ്വരൻ. അവിടെ സാധാരണ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വഴിപാട് കഴിക്കാറ്? 15 രൂപയ്ക്ക് ധാരയല്ലേ കഴിക്കുക? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട വഴിപാടിൻ്റെ പേരാണ് പൊന്നിൻ കുടത്തിൽ നെയ്യ്. സ്വർണത്തിൻ്റെ കുടത്തിൽ നെയ്യ് നിറച്ചിട്ട് തൃപ്പടി കയറി ചെന്ന് സമർപ്പിക്കലാണ് അവിടുത്തെ വഴിപാട്. വെറും കൈയോടെ ആർക്കും അവിടെ കയറി പോകാനേ പറ്റില്ല. ഇതുമായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാവൂ. അവിടെ എന്ത് വഴിപാട് കഴിച്ചാലും ആ ക്ഷേത്രത്തിൽ എത്ര ആൾക്കാരുണ്ട് അത്ര ആൾക്കാർക്ക് നിങ്ങൾ അവകാശം കൊടുക്കണം. ദക്ഷിണ കൊടുക്കുമ്പോൾ മേൽശാന്തിക്കോ കീഴ്ശാന്തിക്കോ മാത്രം കൊടുത്താൽ പോരാ. അവിടെ അവകാശികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം പഴയ കണക്ക് പ്രകാരമാണ്.